ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തത അംഗീകരിച്ച് ജീവിക്കുമ്പോഴാണ് ബന്ധങ്ങൾ അർത്ഥപൂർണമാവുന്നത്. എൻ്റെ കാര്യം എടുത്താൽ ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഫോൺ സൈലന്റ് മോഡിൽ ഇടുന്ന ഒരു വ്യക്തിയാണ്. നോട്ടിഫിക്കേഷൻ സൗണ്ട്, കോൾ വരുന്ന സൗണ്ട്, ഇതൊക്കെ എനിക്ക് മൈൻഡ് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്ന് അറിയില്ല, ഫോൺ റിലേറ്റഡ് സൗണ്ട് എനിക്ക് ഹേർട്ട് ബീറ്റ്സ് കൂട്ടും. കാമായി ഇരിക്കുന്ന മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും. ഇതൊന്നും എൻ്റെ പേടി കൊണ്ടല്ല, ഇതൊക്കെ ശീലിച്ചു വന്ന ശീലങ്ങളോ വർക്ക് റിലേറ്റഡ് ആയി കൊണ്ടുവന്ന ചിട്ടകളോ അതിനുമപ്പുറം ഹീലാവാതെ മാനസിക സംഘർഷങ്ങളോ കുട്ടിക്കാലത്തെ ട്രോമയോ ഒക്കെ ആവാം കാരണം. ഇതൊക്കെ ഓഫായത് കൊണ്ട് തന്നെ പല കോളുകളും മെസ്സേജുകളും കാണാറില്ല. കാണുന്നത് എനിക്ക് നോക്കാൻ തോന്നുമ്പോൾ മാത്രമാണ്. ഒരുപക്ഷെ വർക്ക് കഴിഞ്ഞ് റൂമിലെത്തിയാൽ ഉറങ്ങും വരെയുള്ള ടൈം വേറെ വർക്കുകളൊന്നുമില്ല എങ്കിൽ ഫോൺ കയ്യിലുണ്ടാവും. അത്രയും പ്രിയപ്പെട്ട മനുഷ്യർക്ക് മാത്രമേ ഞാൻ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അവരെ കേൾക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ കൊണ്ട് അവരെ കേൾക്കാനും മറ്റും ഞാൻ അവൈലബിൾ ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഫോൺ എടുക്കാത്തതിൻ്റെ പേരിൽ, മെസ്സേജ് റീപ്ലൈ കൊടുക്കാത്തതിൻ്റെ പേരിൽ നഷ്ടമായ സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്. എന്നെ അറിയുന്ന, ഞാൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ, അങ്ങോളം ഇങ്ങോളം കൂടിയ ചില മനുഷ്യരുണ്ട്. മൈ പീപ്പിൾ എന്ന് വിളിക്കാവുന്ന അളവിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ചില മനുഷ്യർ. ഫോൺ സൈലന്റ് ആക്കി വയ്ക്കുന്നതിൻ്റെ പേരിൽ കുറേ വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെ കേട്ടാലും എനിക്ക് എൻ്റെ പീസ് ഓഫ് മൈൻഡാണ് പ്രധാനം. എൻ്റെ റീപ്ലൈ നിങ്ങൾക്ക് വരുന്നുവെങ്കിൽ, എൻ്റെ കോൾ നിങ്ങൾക്ക് വരുന്നുവെങ്കിൽ, നിങ്ങളുടെ മിസ് കോൾ കണ്ട് ഞാൻ തിരിച്ചു വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെയും ആ സൗഹൃദത്തെയും ഞാൻ വാല്യൂ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഐ ആം നോട്ട് എ കോളിംഗ് പേഴ്സൺ ഓർ ടെക്സ്റ്റിംഗ് പേഴ്സൺ, ബട്ട് ഐ യൂസ് ടു ഷെയർ my happiness, sadness to they are my people. Thank you.